അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആലയുടെ വചനം: നീ ചിന്തിക്കുന്നുവോ ഗുഹയിലെ ആളുകളും, അതായത് ഗുഹാവാസികളും, ആ എഴുത്തുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർത്തമാനം അല്ലെങ്കിൽ ഗുഹാവാസികളുടെ പേര് ഇവയാകുന്നു. അതായത് ക്രിസ്ത്യാനികൾക്കൊക്കെ ഈ പറയുന്ന എല്ലാവർക്കും കൃത്യമായ പേരും അവരുടെ അപ്പൻ്റെ പേരും അമ്മയുടെ പേരും അനിയന്മാരുടെ പേരൊക്കെ ഉണ്ട്. നമുക്കതൊന്നുമില്ല. ഗുഹാവാസികൾ എത്രയായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. 18-ാം സൂറത്ത് 9-ാമത്തെ ആയത്ത്: അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീം. അൽ-കഹ്ഫ് 9. ഗുഹയുടെ കഥ. ഹദീസുൽ ഗാർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്: ഒരിക്കൽ 3 ആളുകൾ മുൻകാല സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. അതായത് നമ്മുടെ സമുദായത്തിന് മുമ്പുള്ള ഏതോ ഒരു സമുദായം. അവർ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവിടെ മഴ തുടങ്ങി. അങ്ങനെ അവർ ഒരു ഗുഹയിൽ അഭയം തേടി. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഗുഹയുടെ വായ അടഞ്ഞുപോയി പെട്ടെന്ന്. അതായത് മലയിടിച്ചിലോ മണ്ണിടിച്ചിലോ അതല്ലെങ്കിൽ ഭൂമിയൊലുക്കോ എന്തോ ഉണ്ടായപ്പോൾ വലിയൊരു കല്ല് വന്ന് ഗുഹയുടെ വായ അടഞ്ഞുപോയി. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവർ സ്വയം പറഞ്ഞു, സത്യം അല്ലാതെ നമ്മളെ ഇവിടെ നിന്ന് ആരും രക്ഷിക്കാൻ പോകുന്നില്ല. അതായത് 3 പേരും തള്ളി മാറ്റിയാൽ മാറാത്ത വലിയ ഗുഹ അടഞ്ഞു പോകുന്ന കല്ല് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 1-1.5 ആൾ പൊക്കമുള്ള വലിയ ഉണ്ടക്കല്ല്. അത് അനങ്ങാനൊന്നും പോകുന്നില്ല. JCB പോലും പിടിച്ചാൽ ചിലപ്പോൾ അനങ്ങൂലായിരിക്കും. അല്ലാഹു ആലം. അപ്പോൾ അവർ പറയാണ്, സത്യം അല്ലാതെ വേറൊന്നും നമ്മളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക, നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ വച്ചുകൊണ്ട്. ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. അത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടും ആത്മാർത്ഥതയോടെയും ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഒരാൾക്ക് 1 രൂപ കൊടുത്തു, അത് അള്ളാഹ് എന്തെങ്കിലും തരുമെന്ന പ്രതീക്ഷയോടെയാണ് കൊടുത്തത്. അല്ലാതെ അവിടെ നാട്ടുകാർ കാണുന്ന അല്ലെങ്കിൽ കൊടുക്കാതെ എങ്ങനെയാണ് പോണത് എന്ന് വിചാരിച്ചുകൊണ്ടോ ഒക്കെ ആയിരിക്കരുത്. പൂർണ്ണമായ ആത്മാർത്ഥത. അള്ളാഹു സന്തോഷിക്കും, അള്ളാഹു എനിക്ക് എന്തെങ്കിലും തരും, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അവരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അള്ളാഹുവേ, നിനക്ക് അറിയാലോ, എനിക്ക് ഒരു വേലക്കാരൻ അല്ലെങ്കിൽ പണിക്കാരൻ ഉണ്ടായിരുന്നു. അവൻ എനിക്ക് വേണ്ടി ജോലി ചെയ്യുമായിരുന്നു. ഒരു ഫറക്കിനായിരുന്നു ആള് ജോലി ചെയ്തിരുന്നത്. അതായത് ഒരു ഫറക്ക് അരി എന്ന് പറഞ്ഞാൽ 3 സാഴ് ആണ്. ഒരിക്കൽ അവൻ പോയി, അവനവൻ്റെ കൂലി മേടിക്കാതെയാണ് പോയത്. അപ്പോൾ എത്ര ദിവസത്തെ കൂലി ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. 1 ദിവസത്തെ ആയിരിക്കും ഒരു ഫറക്ക് എന്ന് നമുക്ക് ഊഹിക്കാം, കണക്കൂട്ട എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാൻ ആ ഫറക്ക് അവൻ വിട്ടിട്ട് പോയതും കൂടി കൃഷി ചെയ്തു, അത് വിളവെടുത്തു. അതിൽ നിന്ന് ഞാൻ പശുക്കളെ വാങ്ങിച്ചു. അവൻ്റെ പേരിലാണ് അത് വാങ്ങിച്ചത്. അതായത് ഇവൻ്റെ ഫറക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ 3 സാ നെല്ല് ഉപയോഗിച്ച് വിതച്ചു, കൊയ്തു, അതെടുത്ത് പശുക്കളെ മേടിച്ചു. അപ്പോൾ ഇതെല്ലാം ഇന്നയാളുടെ എന്നൊക്കെ പറഞ്ഞ ആൾ വളരെ സൂക്ഷ്മതയോടെ വേർതിരിച്ചാണ് വച്ചിരുന്നത്. പിന്നീട് ഒരിക്കൽ അവൻ വന്നു, അവൻ്റെ കൂലി ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, അവിടെ പശുക്കളെ കണ്ടോ, അങ്ങോട്ട് പോയി അതുങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പൊക്കളാൻ പറഞ്ഞു, അതൊക്കെ പിടിച്ചുകൊണ്ട് പോയിക്കുമെന്ന്. അപ്പോൾ അയാൾ പറയുകയാണേ, അല്ലല്ല, നീ എനിക്ക് ഒരു ഫറക്ക് അരി മാത്രം തന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ നെല്ല് മാത്രം തന്നാൽ മതിയല്ലോ, അതല്ലേ എനിക്ക് തരേണ്ടത്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ആ പശുവിൻ്റെ അടുത്തേക്ക് പൊക്കോ, ആ പശുക്കളെല്ലാം നീ കൊണ്ടുപോയിക്കോ, കാരണം അതെല്ലാം ആ ഒരു ഫറക്ക് അരിയിൽ നിന്നും അല്ലെങ്കിൽ നെല്ലിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അവൻ അതിനെല്ലാം എടുത്തുകൊണ്ട് പോയി. അല്ലാഹുവേ, എൻ്റെ ഈ പ്രവൃത്തി നീ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിന്നോടുള്ള ഭയം കൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് നീ കണക്കാക്കുന്നുണ്ടെങ്കിൽ, ഈ പാറയെ നീ ഇവിടെ നിന്നും മാറ്റണമേ. ആ പാറക്കല്ല് ഒരു അല്പം അനങ്ങി, ഗുഹാവാതിൽ ഒരു പൊടിക്ക് തുറന്നു. പക്ഷേ ആളുകൾക്ക് കടന്നു പോകാൻ പറ്റില്ല. ഒരല്പം വെളിച്ചമൊക്കെ പുറത്തു നിന്ന് കാണാറായി എന്ന് നമുക്ക് ഊഹിക്കാം. രണ്ടാമൻ പറഞ്ഞു, അല്ലയോ അള്ളാഹുവേ, നിനക്കറിയാം എനിക്ക് വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു എന്ന്. ഞാൻ അവർക്ക് പാല് കൊടുക്കാറുണ്ടായിരുന്നു. ആടിൻ്റെ പാല് എല്ലാ രാത്രിയിലും കൊടുത്തിരുന്നു. ഒരു രാത്രിയിൽ ഞാൻ താമസിച്ചു പോയി അവിടെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ എവിടെയെങ്കിലും പോയി കച്ചവടമോ കാര്യങ്ങളോ അല്ലെങ്കിൽ യാത്രയോ കഴിഞ്ഞ് വരുമ്പോൾ ആള് താമസിച്ചു പോയി. അവർ ഉറങ്ങിപ്പോയിരുന്നു. എൻ്റെ ഭാര്യയും കുട്ടികളും വിശപ്പ് കൊണ്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്തെന്നൊക്കെ പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരമൊക്കെ ആയിരിക്കും കാണുള്ളൂ. അപ്പോൾ ആ വൈകുന്നേരത്തെ പാല് കിട്ടിയിട്ട് വേണം, കറന്ന് കിട്ടിയിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. അപ്പോൾ ഭാര്യയും കുട്ടികളും ഉണ്ട്. കുട്ടികളായിരിക്കും കരയുന്നു എന്ന് നമുക്ക് ഊഹിക്കാം. ഭാര്യ ഇരുന്ന് കരയുന്നു എന്നും
വിചാരിക്കേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ ഉമ്മമാരിരുന്ന് കരയാറില്ല പട്ടിണിയാണെങ്കിലും. പക്ഷെ ഞാൻ എൻ്റെ കുടുംബത്തിനെ, അതായത് ഭാര്യയും മക്കളെയും ആ പാല് കുടിക്കാൻ അനുവദിച്ചില്ല, എൻ്റെ മാതാപിതാക്കൾ കുടിക്കുന്നത് വരെ. പക്ഷേ അവർ ഉറങ്ങുകയായിരുന്നു. അവരെ എഴുന്നേൽപ്പിക്കാനും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുമാത്രമല്ല, അവർ കുടിക്കാതെ ഉറങ്ങുക എന്നുള്ളതും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ പട്ടിണി കിടന്ന് ഉറങ്ങുക, അത്താഴ പട്ടിണി എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരവസ്ഥ. ഞാൻ പാലുമായി അവരുടെ അടുത്ത് കാത്തു നിന്നു നേരം വെളുക്കുന്നത് വരെ. അതായത് വീട്ടുകാർക്ക് പോലും കൊടുക്കാതെ വാപ്പാക്കും ഉമ്മക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുറങ്ങണേൻ്റെ അടുത്ത് പോയി പാത്രമായിട്ടിരിക്കുകയാണ്. അല്ലയോ അല്ലാഹുവേ, ഞാൻ നിന്നോടുള്ള ഭയം കൊണ്ടാണ് അത് ചെയ്തത് എന്ന് നീ കാണുന്നുണ്ടുവെങ്കിൽ, അല്ലെങ്കിൽ കണക്കാക്കുന്നുവെങ്കിൽ ഈ പാറയെ നീ നീക്കണമേ. അങ്ങനെ ആ പാറ കുറച്ചുകൂടെ മാറി, പക്ഷേ ഇപ്പോഴും ആൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ മൂന്നാമൻ പറഞ്ഞു, അല്ലാഹുവേ, നിനക്ക് അറിയാവല്ലോ, എനിക്ക് ഒരു കസിൻ ഉണ്ടായിരുന്നു, വാപ്പാടെ ചേട്ടൻ്റെയോ അനിയൻ്റെയോ മകള്. അതായത് മൂത്താപ്പ അലി കൊച്ചാപ്പാടെ മോളാണത്. അവളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളവൾ. അവളെ കീഴടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ അവൾ നിരസിച്ചു. ഞാൻ അവൾക്ക് 100 ദീനാറ് കൊടുക്കുന്നത് വരെ, അതായത് സ്വർണ്ണ കഷ്ണങ്ങൾ, അന്നത്തെ സ്വർണത്തിൻ്റെ ചെറിയൊരളവ്. വേണമെങ്കിൽ ഒരു എളുപ്പത്തിന് നമ്മൾ 1 ഗ്രാം എടുക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ 10 മില്ലിയോ 100 മില്ലിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാതെ. ചെറിയൊരു വലിപ്പത്തിലുള്ള സ്വർണ്ണ കഷ്ണത്തിനെയാണ്, അല്ലെങ്കിൽ സ്വർണ്ണ നാണയത്തിനെയാണ് ദീനാർ എന്ന് വിളിച്ചിരുന്നത് റസൂലിൻ്റെ കാലം വരെയൊക്കെ. പിന്നീടാണ് ഈ നാണയങ്ങളും ഇതിന് അളവും തൂക്കവും കാര്യങ്ങളൊക്കെ കൃത്യപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുപാട് കാലം പണിയെടുത്തു. അങ്ങനെ 100 ദീനാർ ഉണ്ടാക്കി അവളുടെ അടുത്തേക്ക് വന്നു, അവൾക്ക് കൊടുത്തു. അവൾ എന്നെ അനുവദിച്ചു അവളോടൊപ്പം കിടന്ന് ഉറങ്ങുന്നതിന്. അങ്ങനെ ഞാൻ അവളുടെ കാലുകൾക്കിടയിൽ ആയിരുന്നപ്പോൾ അവൾ പറഞ്ഞു, അള്ളാഹുവിനെ ഭയക്കുക, എന്നെ നീ ലൈംഗികമായി ഉപയോഗിക്കരുത്, നിയമപരമായിട്ടല്ലാതെ, അതായത് കല്യാണം കഴിച്ചിട്ടേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. ഞാൻ അപ്പോൾ അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് അവിടുന്ന് പോയി ആ ദീനാർ അവളുടെ അടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തില്ല. അല്ലെ അല്ലാഹുവേ, ഞാൻ അത് ചെയ്തത് നിന്നോടുള്ള ഭയം കൊണ്ടാണ് എന്ന് നീ കണക്കാക്കുന്നുവെങ്കിൽ ഈ പാറയെ നീ നീക്കണമേ. അങ്ങനെ അല്ലാഹു ആ പാറയെ കുറെ കൂടെ മാറ്റി അവർക്ക് പുറത്ത് കടക്കാൻ പറ്റി. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവേണ്ടത്, അല്ലെങ്കിൽ ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ നേരിട്ട് ചോദിക്കാവൂ. അതും നമ്മൾ ചെയ്ത സൽപ്രവർത്തികൾ കൊണ്ടായിരിക്കണം. അതുപോലെ അള്ളാഹുവിനോട് മരിച്ചവരിലൂടെയോ അതല്ലെങ്കിൽ അവിടെ ഇല്ലാത്തവരിലൂടെയോ, ദൂരെയുള്ള ഔലിയായ അല്ലെങ്കിൽ മരിച്ചുപോയ കാലങ്ങൾക്ക് മുമ്പുള്ള ഔലിയ, പ്രവാചകന്മാർ, ആത്മാക്കൾ അല്ലെങ്കിൽ മലക്കുകൾ, പരിശുദ്ധരായ മനുഷ്യർ, സിദ്ദീഖ്, സ്വാലിഹ് അങ്ങനെയുള്ളവർ, ഇവരെയൊക്കെ ഉപയോഗിച്ച് ചോദിക്കാൻ പാടില്ല. അതായത് അവിടെ ഇല്ലാത്ത ആളുകൾ, നമ്മുടെ മുമ്പിൽ നേരെ നിൽക്കുന്നില്ല, അങ്ങനെയുള്ള ആളുകളെയൊന്നും വെച്ചും ചോദിക്കാൻ പാടില്ല. അത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഇസ്ലാമിൽ. അത് ഒരു തരത്തിലുള്ള ഷിർക്ക് അല്ലെങ്കിൽ ബഹുദൈവ ആരാധന ആകുന്നു. ഇതൊക്കെ വളരെയധികം തർക്കമുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാം, അള്ളാഹു അല്ലാത്ത, പ്രകടമല്ലാത്ത, നമ്മുടെ മുമ്പിൽ നിൽക്കാത്ത ഒരാളോട്, ഇപ്പോൾ ഗൾഫിലുള്ള ഒരു ഇമാമിനെ വിളിച്ച് സഹായം ചോദിക്കുക, ഫോണിൽ കൂടെയല്ല, അങ്ങനെ ഇരുന്നിട്ട് വിളിക്കുകയാണ്. അതുപോലെ ഒരു അമേരിക്കയിലുള്ള ഒരു പണ്ഡിതനെ വിളിച്ചിട്ട് എൻ്റെ കാര്യം ശുപാർശ ചെയ്യണമെന്നോ അല്ലെങ്കിൽ സഹായിക്കണമെന്നോ പറയാൻ പാടില്ല. മലക്കുകളെ നമുക്ക് കാണാൻ പറ്റില്ല, അവരെ വിളിച്ച് പറയാൻ പാടില്ല. ജിന്നുകളെ നമുക്ക് കാണാൻ പറ്റില്ല, അവരെ വിളിച്ച് പറയാൻ പറ്റില്ല. മരിച്ചുപോയവരെ വിളിച്ച് പറയാൻ പറ്റില്ല. വളരെ കൃത്യമാണ്. ഇനി ഇത് പോരാന്നുള്ളവർക്ക് ഇവർ ചെയ്യുന്ന തെറ്റുകൾ തുടരാവുന്നതാണ്. എന്നിട്ട് അവർ പടച്ചവനുമായിട്ട് സെറ്റിലാക്കേണ്ടതാണ്. عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال بينما 3 نفر ممن كان قبلكم يمشون إذ أصابهم مطر فأووا إلى غار فانطبق عليهم فقال بعضهم لبعض إنه والله يا هؤلاء لا ينجيكم إلا الصدق فليدعو كل رجل منكم بما يعلم أنه قد صدق فيه فقال اللهم إن كنت تعلم أنه كان لي أجير عمل لي على فرق من أرز فذهب وتركه وإني عمدت إلى ذلك الفرق فزرعته فصار من أمره أني اشتريت منه بقرا وأنه أتاني يطلب أجره فقلت له أعمد إلى تلك البقر فسقها فقال لي إنما لي عندك فرق من أرزي فقلت له يعمد إلى تلك البقر فإنها من ذلك الفرق فساقها فإن كنت تعلم إني فعلت ذلك من خشيتك ففرج عنا
فانساخت عنه الصخرة فقال الآخر اللهم إن كنت تعلم أنه كان لي أبوان شيخان كبيران وكنت آتيهما كل ليلة بلبن غنم لي فأبطأت عنهما ليلة فجئت وقد رقد وأهلي وعيالي يتضاغون من جوع وكنت لا أسقيهم حتى يشرب أبواي فكرهت أن أوقظهما وكرهت أن أدعهما فيستقت بشربتهما فلم أزل انتظروا حتى طلع الفجر فإن كنت تعلم أني فعلت ذلك من خشيتك ففرج عنا فانساخت عنه الصخرة حتى نظروا إلى السماء فقال الآخر اللهم إن كنت تعلم أنه كان لي ابنة عمي من أحب الناس إلي وأني راودتها عن نفسها فأبت إلى أن آتيها ب100 دينار فطلبتها حتى قدرت فأتيتها بها فدفعتها إليهما فأمكنتني من نفسها فلما فعدت بين رجليها قالت اتق الله ولا تفض الخاتم إلا بحقه فقمت وتركت 100 دينارا فإن كنت تعلم أني فعلت ذلك من خشيتك ففرج عنا ففرج الله عنهم فخرجوا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടതായിട്ട്, ഒരു സ്ത്രീ അവളുടെ കുട്ടിയെ പാല് കൊടുക്കുകയായിരുന്നു. അതിൽ കൂടെ ഒരു യാത്രക്കാരൻ, ഒരു മൃഗത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ഒരാൾ നടന്നുപോയി. അപ്പോൾ അവൾ പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ കുട്ടിയെ നീ മരിപ്പിക്കരുതേ, അവൻ ഇയാളെപ്പോലെ ആകുന്നതുവരെ. അപ്പോൾ നല്ല തൻ്റെ ഇടവും സൗന്ദര്യമൊക്കെ ഉള്ളൊരു മനുഷ്യൻ കുതിരപ്പുറത്തോ എന്തെങ്കിലും ഇങ്ങനെ പോകുന്നു, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു നല്ല നിലയിലാക്കണേ എന്നുള്ളൊരു ദുആ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ലേ അല്ലാ, അവനെപ്പോലെ എന്നെ ആക്കരുതേ. എന്നിട്ട് പാൽ കുടിക്കാൻ തുടങ്ങി ആ കൊച്ച്. അപ്പോൾ കുഞ്ഞു കൊച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ തല്ലുക, മാന്തുക, ഉന്തുക, അങ്ങനെ എന്തോ ചെയ്യുന്നു, വലിച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നു കുറേ ആളുകൾ. ഉമ്മ പറഞ്ഞു, അല്ലാഹുവേ, എൻ്റെ കുട്ടിയെ അവളെപ്പോലെ ആക്കരുതേ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ലാഹുവേ, എന്നെ നീ അവളെപ്പോലെ ആക്കണേ. എന്നിട്ട് പറഞ്ഞു, മൃഗത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്ത ആൾ അല്ലെങ്കിൽ ആ യാത്രക്കാരൻ അവൻ അവിശ്വാസിയാണ് അല്ലെങ്കിൽ കാഫിറാണ്. രണ്ടാമത് കണ്ട സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് അവളുടെ മേലിൽ ഇല്ലാത്ത വ്യഭിചാരക്കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. അതായത് അവർ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അവർ വ്യഭിചരിച്ചു എന്നുള്ള കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് പോവാണ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവൾ പറയുന്നു, അല്ലാഹു മതി എനിക്ക്, അതായത് അല്ലാഹുവിന് സത്യം അറിയാം എന്ന്. കൂടാതെ അവളെ കളവും ആരോപിക്കുന്നുണ്ട്, അവളെന്തോ കട്ടു എന്നും പറയുന്നു. അവൾ വീണ്ടും പറയുകയാണ്, എനിക്ക് അല്ലാഹു മതി. ഇത് നമ്മൾ നേരത്തെ 3536 കണ്ടതാണ്. ആവർത്തിച്ചു വരുന്ന ഹദീസാണ്. മനുഷ്യരുടെ നന്മയും, അതായത് കാണുന്ന പോലെയല്ല മനുഷ്യർ എന്നൊക്കെയാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മുൻകാല ചരിത്രമാണ് നമ്മൾ കാണുന്നത്. കുറച്ച് മുമ്പുള്ള ഹദീസിൽ കണ്ടിരുന്നു, ബനി ഇസ്രായേൽ അല്ലെങ്കിൽ മുൻകാല ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ ഒരു ഹദീസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ പുണ്യമാണെന്ന് കണ്ടിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കഥകളാണ് ഈ കാണുന്നത്. സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ബൈന ഇംറഅത്തുൻ തുർദിഉ ഇബ്നഹാ ഇദ മറ ബിഹാ റാകിബുൻ വഹിയ തുർദിഉഹു ഫഖാലത് അല്ലാഹുമ്മ ലാ തുമിത്തി ഇബ്നി ഹത്താ യകൂന മിസ്ല ഹാദാ ഫഖാല അല്ലാഹുമ്മ ലാ تجعلني مثله ثم رجع في الثدي ومر بامرأة تجرر ويلعب بها فقالت اللهم لا تجعل ابني مثلها فقال اللهم اجعلني مثلها فقال أما الراكب فإنه كافر وأما المرأة فإنهم يقولون لا تزني وتقول حسبي الله ويقولون തസ്രിഖു വതഖൂലു ഹസ്ബി അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു പട്ടി ഒരു കിണറിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അതായത് വെള്ളം കുടിക്കാൻ ദാഹം സഹിക്കാൻ വയ്യാതെ മരിക്കാറായി. വേറെ ഒന്നും അതിന് ചെയ്യാനില്ല, അതിവിടെ നടക്കുകയല്ലാതെ. അപ്പോൾ ഒരു ഇസ്രായേലിൽ നിന്നുള്ള വേശ്യ അത് കണ്ടു. അവളുടെ ചെരുപ്പ് ഊരി അതുപയോഗിച്ച് വെള്ളം കോരി കൊടുത്തു. അപ്പോൾ അവിടെ ബക്കറ്റ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എങ്ങനെയോ അതുപയോഗിച്ച് ചെരുപ്പിനകത്ത് വെള്ളം കോരി അതിന് കൊടുത്തു കുടിക്കാൻ. അള്ളാഹു അവൾക്ക് പുറത്തു കൊടുത്തു. ആ ഒരു ഒറ്റ
സൽപ്രവൃത്തി കൊണ്ട്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് 3321. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم بينما كلب يطيف بركية كاد يقتله لا تشو إذ رأته بغي من بغايا بني إسرائيل فنزعت موقها فسقته فغفر لها به. ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നു, മുആവിയ ബിൻ അബൂ സുഫിയാൻ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്ന്. മിമ്പറിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്. അവർ ഹജ്ജ് ചെയ്ത കൊല്ലത്തിലാണ് അത് സംഭവിച്ചത്. ഒരു പിടി അല്ലെങ്കിൽ ഒരു കെട്ട് മുടി, ചെറുതായ എന്തെങ്കിലും ഒരു കെട്ട് മുടി ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നു. അത് അദ്ദേഹം എടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഒരു വേലക്കാരൻ്റെ കയ്യിലായിരുന്നു. അതിങ്ങനെ മേടിച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, മദീനയിലെ ആളുകളെ അല്ലെങ്കിൽ മദീനാവാസികളെ, നിങ്ങളുടെ പണ്ഡിതന്മാർ എവിടെ, അല്ലെങ്കിൽ പഠിച്ച ആളുകൾ എവിടെ? ഞാൻ കേട്ടിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കാര്യം വിരോധിക്കുന്നത്, അതായത് തെറ്റായ മുടി. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇസ്രായേലികളെ നശിപ്പിക്കാൻ കാരണം എന്ന് പറയുന്ന അവരുടെ സ്ത്രീകൾ ഇങ്ങനെ ഒരു രീതി ആചരിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാറുണ്ടായിരുന്നു. അവരുടെ മുടിയുടെ നീളം കൂട്ടാൻ വേണ്ടി അവർ വേറെ മുടി വച്ച് കെട്ടാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വാർമുടി വെച്ച് കെട്ടുക, അതുപോലെ തലയിൽ ബണ്ണ് വെച്ച് കെട്ടുക. അപ്പോൾ ഉള്ള മുടിയുടെ നീളം കൂട്ടുന്നത് തെറ്റായിട്ട്. അപ്പോൾ അന്ന് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കെട്ട്, റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുന്ന ഒരു മുടിയാണ് അദ്ദേഹം കയ്യിൽ പിടിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, മദീനയിലെ പണ്ഡിതന്മാരെ പറയൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇസ്രായേലികൾ നശിപ്പിക്കപ്പെട്ടത് അവരുടെ സ്ത്രീകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്ന്. ആണുങ്ങളെയും നശിപ്പിച്ചു കളയും, സമൂഹത്തിനെ മൊത്തം നശിപ്പിച്ചു കളയും എന്നാണ് പറയുന്നത് ഇതിലൂടെ. ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനി അന്നഹു സമിഅ മുആവിയത ഇബ്ന അബി സുഫിയാൻ ആമ ഹജ്ജ അലൽ മിംബരി ഫതനാവല ഖുസ്സതൻ മിൻ ശഅരിൻ കാനത് ഫി യദി ഹറസിയ്യി ഫഖാല യാ അഹ്ലൽ മദീന ഐന ഉലമാഉകും സമഅതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാ അൻ മിത്ലി ഹാദി വയഖൂലു ഇന്നമാ ഹലകത് ബനു ഇസ്രായീല ഹീന തഖദഹ നിസാഉഹും. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.